എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പുട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കപ്പ് തേങ്ങ, ഒരു ചെറിയ ടീസ്പൂണ് പാൽപ്പൊടി, കുറച്ച് നെയ്യ്, കുറച്ച് ഉപ്പ്, ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ള് നല്ല ജീരകം, ഒരു കപ്പ് തിളപ്പിച്ച ആറിയ പാലാണ് കേട്ടോ. ഇത് നന്നായി മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വരെ ഇത് അടച്ച് വെക്കാം കേട്ടോ. നമുക്കിത് തുറക്കാം കേട്ടോ. ഈ പൊടി നന്നായി മിക്സാക്കി കൊടുക്കാം. ഒരു നെയ്യ് തടവിയ ഒരു പ്ലേറ്റാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഇങ്ങനെ അമർത്തി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു 10 മിനിറ്റ് വരെ കേട്ടോ. നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. തീ ഓഫാക്കാം. നമുക്ക് പ്ലേറ്റ് എടുക്കാം കേട്ടോ. ഇത് ചൂടാറിയിട്ട് നമുക്കിങ്ങനെ ഓരോ പീസുകളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ കിട്ടും കേട്ടോ. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും പിന്നെ കടലക്കറി, മുട്ടക്കറി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വെറുതെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.